ആ നല്ല രാജ്യം, അതിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണം. അതിന് സാമ്പത്തിക ഭദ്രത നേടണം. ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവര് ഒന്ന് ആലോചിക്കണം. ഒരു 50 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 10 കൊല്ലം മുമ്പ്, ഇപ്പോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? കച്ചവടത്തിൽ നമ്മൾ എങ്ങനെയാണ്? നമുക്ക് എത്ര ഭൂസ്വത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു കണക്കെടുക്കുക. ഗുണമോ ദോഷമോ പറയുന്നില്ല, നിങ്ങൾ കണക്കെടുത്തോളുക. ദയവ് ചെയ്ത് ആർഭാടങ്ങളും ധൂർത്തുകളും ഒഴിവാക്കുക. സ്വത്ത് വിറ്റ് നശിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ഇതിവിടുന്ന് ചെയ്തേ മതിയാവും. എൻ്റെ കുടുംബത്തില്, ക്ഷേത്രത്തില്, ഗൃഹത്തില് ആർഭാടങ്ങൾ, ധൂർത്തുകൾ ഞാൻ ചെയ്യില്ല. സ്വത്ത് വിറ്റ് നശിപ്പിക്കില്ല, പ്രതിജ്ഞ ചെയ്യുക. മകളുടെ കല്യാണമുണ്ടോ? മകന്റെ കല്യാണമുണ്ടോ? ഈ റേഡിയോ ആക്ടിവിറ്റി ഏറെയുള്ള തിളങ്ങുന്ന ആഭരണങ്ങൾ ദയവ് ചെയ്ത് വാങ്ങിക്കൊടുക്കാതെ നല്ല തട്ടന്മാരെ കൊണ്ട് സ്വർണ്ണാഭരണം ഉണ്ടാക്കിച്ചിട്ട് വേണമെങ്കിൽ കൊടുത്തോളൂ, നല്ലതാ. പരസ്യജാലങ്ങളിൽ പെട്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വാങ്ങി കുട്ടിയുടെ കഴുത്ത് കൊടുത്ത് നാളെ തൈറോയ്ഡ് ക്യാൻസറും മറ്റും സ്കിൻ ക്യാൻസറും ഒന്നും ഉണ്ടാക്കിക്കരുത്. അതിനേക്കാളൊക്കെ നല്ലത് ഒരു ചെറിയൊരു സ്വത്ത് വാങ്ങിയിട്ട് മോൾക്ക് കൊടുക്കുക. അവൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. നാളെ അവളുടെ പേരിൽ സ്വത്ത് കൊടുക്കുക. ദയവീത് ആർഭാടം ഒഴിവാക്കുക. ഇത് പ്രതിജ്ഞ ചെയ്യണം. നമ്മൾ ചെയ്തേ മതിയാവും. ഇത് സന്യാസിക്ക് വേണ്ടി പറയുന്നതല്ല, ഇത് സന്യാസിമാർക്ക് വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ട് സമ്പത്തിനെ ഉപാസിക്കുക. മറ്റൊരു സകാരം പറയാം. സംസ്കാരം, നമ്മുടെ സംസ്കാരം മഹനീയമായ. നോക്കൂ, ലോകത്തിൽ എത്ര പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭാരതത്തിൽ മാത്രമൊന്നുമല്ല മഹിതമായ സംസ്കാരം ഉണ്ടായത്. അത് തെറ്റിദ്ധാരണയാണ്. ഈ ലോകത്തിൽ ഉടനീളം മഹത്വപൂർണങ്ങളായ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേവലം ഗ്രീസിലോ റോമിലോ മെസൊപ്പൊട്ടോമിയോ ബാബിലോണിയയോ മാത്രമൊന്നുമല്ല, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മതശക്തികളാൽ ആ വൈവിധ്യപൂർണങ്ങളായ സംസ്കാരങ്ങളൊക്കെ എല്ലാം നശിപ്പിക്കപ്പെട്ടു. എല്ലാം സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത് മതങ്ങളാണ്. സംസ്കാരം, സംസ്കൃതി, ധർമ്മം, വൈവിധ്യങ്ങളെ ആദരിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയായ വനം പോലെയാണെങ്കിൽ മതം ഏകവിള തോട്ടം പോലെയാണ്. ഒന്ന് മാത്രം, ഒന്നിനു വേണ്ടി മാത്രം, ഒന്ന് മാത്രം വിള, മറ്റെല്ലാം കള. ഈ മതങ്ങളാണ് സംസ്കാരങ്ങളെ നശിപ്പിച്ചത്. എന്നാൽ ഈ ഭാരതത്തിൽ അത്തരം ശക്തികൾ അധിനിവേശം ചെയ്തിട്ടും നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ചിട്ടും ഈ സംസ്കാരം നശിച്ചിട്ടില്ല. ഇതിനെ നശിക്കാതെ സംരക്ഷിച്ചത് തീർച്ചയായിട്ടും സന്യാസിമാർക്ക് അതിൽ പങ്കുണ്ട്, തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾക്ക് പങ്കുണ്ട്, തീർച്ചയായിട്ടും ക്ഷേത്ര കലകൾക്ക് പങ്കുണ്ട്, നമ്മുടെ കലാരൂപങ്ങൾക്ക് പങ്കുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പങ്ക് കുടുംബ വ്യവസ്ഥയുടേതാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ. അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെ, ആദർശങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ. അതെ, ആ സംസ്കാരത്തിന്റെ നൈരന്തര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഈ ജനുവരി മാസം കോഴിക്കോട് ജില്ലയിൽ ഒരു ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്ര പ്രവർത്തകർ ആശ്രമത്തിൽ വന്നു. സ്വാമി ഒന്ന് വരണം. അവിടെ അതിനു മുമ്പ് അവരുടെ ക്ഷേത്ര നവീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പോയിരുന്നു. അപ്പോൾ നവീകരണമൊക്കെ കഴിഞ്ഞു.
പ്രതിഷ്ഠയുടെ ഏകദേശം അടുത്തെത്തി. സ്വാമി വരണമെന്ന് പറഞ്ഞു. ഡയറി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. വൈകുന്നേരം ഒഴിവില്ല, ഉച്ചയ്ക്ക് ഒഴിവില്ല, രാവിലെ അനുകൂലമായ സമയത്ത് ഒഴിവില്ല. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, രാവിലെ ഒരു 5:30 മണിക്ക് വരാം, എന്താ? ഓ, അത് മതി പറഞ്ഞു. ഞാൻ വിചാരിച്ചത് 5:30 മണിക്ക് രാവിലെ ക്ഷേത്രത്തിലെത്തുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ഏറി വന്നാണ്ടാവുന്ന. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ 500-ലധികം പേര് ഉണ്ടായിരുന്നു. രാവിലെ 5:30 മണിക്ക് 500-ലധികം പേര്. അവരിൽ 90% അമ്മമാരായിരുന്നു. വലിയ സന്തോഷം തോന്നി കണ്ടപ്പോൾ. അവരോട് ചിലതൊക്കെ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിച്ചു. 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. അത് നേരെ അങ്ങോട്ട് ചോദിച്ചു. ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരു 45 വയസ്സ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവർ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. കൈ പൊന്തിച്ചാൽ മതി. അതിവിടെയും ആവർത്തിക്കുക കേട്ടോ. അന്ന് അവരോട് ചോദിച്ചതാ. കൊച്ചുകുട്ടിയായിരിക്കണ സമയത്ത് 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ് വരെയുള്ള കാലത്ത് മുത്തശ്ശിമാരിൽ നിന്ന് അഥവാ മുത്തശ്ശന്മാരിൽ നിന്ന് നിങ്ങൾ എത്ര പേര് ധർമ്മബോധകങ്ങളായ കഥകൾ കേട്ടിട്ടുണ്ട്? ഇതാണ് ചോദ്യം. 90% കൈപൊക്കി. അതായത് ഒരു 450 പേരെങ്കിലും കൈപൊക്കി. എന്തൊരു സന്തോഷം തോന്നിയെന്നറിയോ? വളരെ സന്തോഷം തോന്നി. അപ്പോൾ അവരൊക്കെ ചെറുപ്പത്തിൽ മുത്തശ്ശിയിൽ നിന്ന് മുത്തശ്ശനിൽ നിന്ന് കഥ കേട്ടവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമായി. ഇനി ഞാൻ നിങ്ങളോട് 2ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. പക്ഷേ 2ാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു വേദമന്ത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വേദമന്ത്രം ഇതാണ്: സമൂലോ വാ ഏഷ പരിശുഷ്യതി യോ നൃതമഭിവദതി. ആരാണോ നുണ പറയുന്നത് അവൻ വേരോടുകൂടെ ഉണങ്ങിപ്പോവും. ഇതാണ് മന്ത്രം. മന്ത്രം മനസ്സിലായില്ലോ? കൊമ്പുണങ്ങിയാൽ വീണ്ടും തെഴുക്കും, ശാഖകൾ ഉണങ്ങിയാൽ വീണ്ടും തെഴുക്കും, തായ്തടി ഉണങ്ങിയാലും തെഴുക്കും. പക്ഷെ വേരോടുകൂടി ഉണങ്ങിയാൽ പിന്നെ തെഴുക്കില്ല. അതാ പറഞ്ഞത്, ആരാണോ നുണ പറയുന്നത്, അസത്യം പറയുന്നത്, അവർ വേരോടുകൂടെ ഉണങ്ങിപ്പോകും. ഇതാണ് മന്ത്രം. സമൂലോ വാ ഏഷ പരിശുഷ്യതി യോ നൃതമഭിവദതി. ഇനി ഞാൻ 2ാമത്തെ ചോദ്യം ചോദിക്കാം. അങ്ങനെ മുത്തശ്ശിമാരിൽ നിന്ന് കഥകൾ കേട്ട് വളർന്ന നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പേരക്കുട്ടികൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? 3 കൈകളാണ് ഉയർന്നത്. ഒരു പക്ഷേ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പായിരുന്നു ചോദിച്ചതെങ്കിൽ 450 കൈകളും പൊങ്ങുമായിരുന്നിരിക്കാം, അറിയില്ല. ഏതായാലും 3 കൈകളെ പൊന്തിയുള്ളൂ. ആ ചോദ്യം ഇവിടെ ചോദിച്ചാൽ 1ാം ചോദ്യത്തിന് എത്ര കൈ പൊങ്ങും? ഒന്ന് കാണട്ടെ. 1ാം ചോദ്യത്തിന് എത്ര കൈയേ ഉള്ളൂ? പോരാ, പോട്ടെ, സാരമില്ല. 2ാം ചോദ്യത്തിന് എത്ര കൈ പൊങ്ങും? ആ, സന്തോഷം. ആ 1ാം ചോദ്യത്തിനുള്ളവരൊക്കെ തന്നെ 2ാമത് പൊന്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ നിങ്ങൾ എന്താ പറഞ്ഞു പോയിക്കോളൂ സ്വാമിയെ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ഡ്യൂട്ടി ചെയ്ത് നിങ്ങളങ്ങ് പോയിക്കോളൂ, ഞങ്ങളുടെ കൈയൊന്നും പൊന്തിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന മട്ടിൽ ഞാൻ ഇരിക്കണവരും ഉണ്ട്. സാരമില്ല. അതുകൊണ്ട് പറയട്ടെ, നമുക്ക് എന്തുണ്ടോ എല്ലാം നമുക്ക് ലഭിച്ചതാ. നമുക്ക് എന്തുണ്ടോ എല്ലാം നമുക്ക് ലഭിച്ചതാ. ലഭിച്ചത് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ലഭിച്ചത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പെരുങ്കള്ളന്മാരാണ്. തൈർദത്താൻ അപ്രദായഭ്യോ യോ ഭുക്തേസ്തേനയേവസഹ. നമുക്ക് ലഭിച്ചത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പെരുങ്കള്ളന്മാരാ. ചിദാനന്ദപുരി സ്വാമി പറയല്ല, ഭഗവാൻ തന്റെ ഗീതോപദേശത്തിൽ പറഞ്ഞതാ. അതുകൊണ്ട് സംസ്കാരത്തിന്റെ പിന്തുടർച്ച. അതിനവരെ ഇരുത്തി സംഹിത പഠിപ്പിക്കണം, ബ്രാഹ്മണം പഠിപ്പിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളെ പിടിച്ചിരുത്തി അദ്വൈത സിദ്ധി, സിദ്ധാന്ത ബിന്ദു അല്ലെങ്കിൽ മാണ്ഡൂക്യകാരിക ഭാഷ്യം പഠിപ്പിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. ലളിതങ്ങളായ കഥകൾ മതി, പാട്ടുകൾ മതി. കഥ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. നമുക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണ്.
കാരണം നമ്മുടെ ഒക്കെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഥ ഇഷ്ടമാണ്. ദിവസം ഒരു കഥ പറഞ്ഞു കൊടുത്താൽ മതി, ആ കഥയിലൊരു മൂല്യം ഉണ്ടായാൽ മതി. ലക്ഷക്കണക്കിന് കഥകൾ നമുക്കുണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റ് ധർമ്മശാസ്ത്രങ്ങളിലുമായിട്ട്, മഹാത്മാക്കൾ പറഞ്ഞു തരുന്നതായിട്ട്. ചെറുപ്പത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഉദ്ബോധനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. മുത്തശ്ശി പഠിപ്പിച്ചു, മോനെ കടലാസ് അക്ഷരം ചവിട്ടരുതേ, സരസ്വതിയാ. ചവിട്ടാൻ കഴിയില്ല അക്ഷരം, നമുക്കൊരു മടിയില്ല. ന്യൂസ് പേപ്പർ നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി പോകാൻ, നിലം കേട് വരാതിരിക്കാൻ ന്യൂസ് പേപ്പർ ചവിട്ടാൻ നമുക്കൊരു മടിയില്ല. ഒരു മാറ്റം വന്നതേ അക്ഷരം സരസ്വതിയുടെ പ്രതിരൂപമാണ്. കൊച്ചുനാളിൽ മുത്തശ്ശി പഠിപ്പിച്ചത് നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. ചിന്തിക്കുക, ഈ സംസ്കാരത്തിന്റെ പിന്തുടർച്ച. സമ്പത്ത്, സംസ്കാരം. സന്താനം, സന്താനം, കുട്ടികൾ. എനിക്കൊരു ആൺകുട്ടിയുണ്ട് സ്വാമി, എനിക്കൊരു പെൺകുട്ടിയുണ്ട് സ്വാമി, അതുകൊണ്ട് സന്താനമാവില്ല. തനു വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താന ശബ്ദം വരുന്നത്. ഇപ്പൊ നമ്മുടെ പൂർവികര് പരിപാലിച്ച സത്യധർമ്മങ്ങളെ പിന്തുടരുന്ന മക്കളാണെങ്കിൽ സന്താനം എന്ന് പറയാൻ പറ്റൂ. അത് ആകാശത്തുനിന്ന് പൊട്ടി വീഴില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, കുട്ടികൾ നമുക്കുണ്ടാവരുത്, കുട്ടികളെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാരമാണ്. സ്ത്രീയും പുരുഷനും സംയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായി അകസ്മാത് ഉണ്ടാവേണ്ടതല്ല സന്താനം, മറിച്ച് സൽസന്താനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിച്ച് സന്താനത്തെ ഉണ്ടാക്കണം. അതാണ് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം. നിഷേകം അഥവാ ഗർഭാധാനം അഥവാ വീര്യസ്ഥാപനം അഥവാ ഗർഭസ്ഥാപനം. അവിടുന്ന് തുടങ്ങുന്നു മറ്റ് 15 സംസ്കാരങ്ങളും. അങ്ങനെ സൽസന്താനങ്ങൾ ഉണ്ടാക്കണം. 280 ദിവസം വയറ്റിൽ കിടക്കുമ്പോൾ നമ്മുടെ സച്ചിന്തകളെ കൊണ്ട് ആ സന്താനത്തെ പോഷിപ്പിക്കണം. സാ ഭാവയിത്രീ. ഉപനിഷത്ത് പറയുന്നുണ്ട്, അമ്മ ഗർഭിണി ഭാവയിത്രിയാണ്, ആ കുഞ്ഞിനെ ഭാവിപ്പിക്കുന്നവളാണ്. സച്ചിന്തകൾ നിറയ്ക്കണം. ഗർഭിണി വസിക്കുന്നിടം ശാന്തമായിരിക്കണം. വിദ്യാലയം പോലെ, ദേവാലയം പോലെ. ഇന്നിപ്പോ വിദ്യാലയം എന്ന് പറഞ്ഞാൽ പേടിയാ. കാരണം ഹെഡ് ടീച്ചറെ മുറിയിൽ പൂട്ടിയിടുകയും അവരുടെ ഇരിപ്പിടത്തിന് തീ കൊളുത്തുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. അവരുടെ പ്രതിരൂപത്തെ ഉണ്ടാക്കി ശവമഞ്ചം പോലെ സങ്കല്പിച്ച് കത്തിക്കുന്ന കാലമാണ്. അപ്പൊ വിദ്യാലയം പോലെ പരിശുദ്ധാവണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിഷമാണ്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിലെ വിദ്യാലയം ഉണ്ടല്ലോ, നമ്മുടെ സങ്കല്പത്തിലെ ദേവാലയമുണ്ടല്ലോ, അതുപോലെ പരിശുദ്ധമാവണം ഗർഭിണി വാസിക്കുന്ന ഇടം. അത് കഴിഞ്ഞാൽ കുഞ്ഞൊരു 3.5 വയസ്സാവുന്നത് വരെയുള്ള കാലം മാതൃകാപരമായ ആചരണങ്ങളായിരിക്കണം ആ വീട്ടിൽ. കാരണം ആ പ്രായത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കണ്ടും കേട്ടും ശീലിക്കും. സന്താനം മാത്രമല്ല, സന്താനത്തിൽ ഒതുങ്ങരുത്, സന്താനങ്ങൾ വേണം. ഇന്ന് വലിയൊരു ദുരവസ്ഥയാണ്. ഹിന്ദു വീടുകളിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും, പതിയും പത്നിയും, അവർക്കൊരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ജനസംഖ്യ നേരെ പകുതിയാവുന്നു. ഈ പോക്ക് പോയാൽ എങ്ങോട്ടാണ്? ചിന്തിക്കുക. ചിന്തിച്ചേ മതിയാവും. അതുകൊണ്ട് സന്താനം സമ്പത്താണെന്ന് ഓർമ്മിക്കുക. നമുക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഭാവി തലമുറ വേണമെങ്കിൽ, നമുക്ക് നല്ല രാഷ്ട്രീയക്കാർ നാളെ ഉണ്ടാവണമെങ്കിൽ, നമുക്ക് നല്ല സന്യാസിമാർ നാളെ ഉണ്ടാവണമെങ്കിൽ
വീടുകളിൽ കുട്ടി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കുട്ടികൾ ഉണ്ടാവണം. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ വെച്ചാൽ ആ കുട്ടി സന്യാസത്തിന് സമ്മതം ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കുകയോ? ഒരിക്കലും സമ്മതിക്കില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുക, അച്ഛനമ്മമാരുടെ അനുഗ്രഹം ചോദിച്ചു. അവർക്ക് ആദ്യ സമ്മതമൊന്നും ആയിരുന്നില്ല, പക്ഷെ പിന്നെ അവർ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് 5 മക്കളുണ്ട്, 5ാമനായത് പോട്ടെ ഒന്നാ വഴിക്ക് എന്ന് അവർ ചിന്തിച്ചു. അല്ലാണ്ട് എന്താ? അതെ, ഇവിടെ മറ്റൊന്നും കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇനി നിങ്ങളുടെ മക്കളെ സന്യസിപ്പിക്കാൻ പ്രേരണ ചെയ്യാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അവർക്ക് 4 മക്കൾ വേറെ ഉണ്ടെങ്കിലും എല്ലാവരോടും സ്നേഹമായിരുന്നെങ്കിലും അവർ പറയും, ചിദാനന്ദപുരി സ്വാമിയുടെ അച്ഛനാ ഞാൻ, ചിദാനന്ദപുരി സ്വാമിയുടെ അമ്മയാ. അതിനൊരു അഭിമാനമായിരുന്നു അവർക്ക്. അതായിരുന്നു. ഇത് വെറുതെ പറയുകയല്ല. അതുപോലെ ആയിരിക്കണം ഓരോരുത്തരുടെയും അച്ഛനമ്മമാര്. ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അവരൊക്കെ ദുഃഖിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നെ അവര് അഭിമാനപൂരിതരാവും. അതുകൊണ്ട് കുട്ടി പോരാ, കുട്ടികളും വേണം നിർബന്ധമായിട്ട്. എത്ര മക്കൾ വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുട്ടി പോരാ, കുട്ടികൾ വേണം. ഇത് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്കിത് പറയാനുള്ള അധികാരം എന്ത്? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്കൊട്ട് കുട്ടികളും ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹൈവേ വഴിക്ക് യാത്ര ചെയ്യാറുണ്ടോ സഹോദര? ഉണ്ടല്ലോ. അവിടെ നിങ്ങൾ ചില ഹോട്ടലുകളുടെ മുമ്പിൽ ചില ആൾക്കാർ ചില വർണ്ണക്കൊടകളൊക്കെ ആയിട്ട് ഹോട്ടലിന് ബോർഡ് വെച്ച് ഇങ്ങനെ മാടി വിളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അവരെവിടുന്നാ ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? അവർക്കറിയാം ദിവസവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ വയറിന് ദീനം വരുമെന്ന്. അതുകൊണ്ട് അവർ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുവരും. പക്ഷെ അവരുടെ പണി മനസ്സിലായി എന്ന് വിചാരിക്കുക. ആ വഴി പോണവരെ മുഴുവൻ വരൂ എന്ന് വിളിക്കുക. അങ്ങനെ ഭഗവാനും ചിലരെയൊക്കെ നിർത്തിയിട്ടുണ്ട്, ചിലതൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാ ഞങ്ങളൊക്കെ പറയണത്. വേണമെങ്കിൽ കേട്ടാൽ മതി, വേണ്ടെങ്കിൽ തള്ളിക്കോളൂ. അതെ, തമാശയല്ല. അതുകൊണ്ട് സന്താനം. ഇപ്പൊ 3 സകാരായെ മറക്കരുത്: സമ്പത്ത്, സംസ്കാരം, സന്താനം. ആ സന്താനങ്ങളെ നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. വളർത്താൻ നോക്കരുത്. ഒരു ഓർഗാനിക് സെല്ല് വളർത്താൻ നമുക്ക് കഴിയില്ല, ഒരു പുൽക്കൊടിയെ വളർത്താൻ നമുക്ക് കഴിയില്ല. വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ വാസനയ്ക്ക്, അഭിരുചിക്ക് അനുസരിച്ച് അവർ വളരട്ടെ. അവരിൽ നിന്ന് നല്ല ഡാൻസർമാരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല സംഗീതജ്ഞരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല ജേർണലിസ്റ്റുകൾ ഉണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല കൃഷിക്കാരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല രാഷ്ട്രീയക്കാരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല സന്യാസിമാരുണ്ടാവട്ടെ. എല്ലാ മേഖലയിലും നമ്മളെ മക്കൾ ഉയരണം. അല്ലാണ്ട് ഡോക്ടറാവണം എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് കുട്ടികളെ നശിപ്പിക്കരുത്. അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർ വളരണം. ശരി, 4ാമത്തെ സകാരത്തെ ഉപാസിക്കാം: സംഘടന. സംഘടിത ഭാവം നമുക്ക് വേണം. സംഘടിത ഭാവമില്ലെങ്കിൽ ഒരിക്കലും നിലനിൽപ്പ് പോലുമില്ല. അതുകൊണ്ട് നമ്മുടെ സകല ശാസ്ത്രങ്ങളുടെയും മൂലസ്ഥാനീയമായ ഋഗ്വേദ സംഹിതയുടെ അവസാനത്തിൽ, അതായത് 10552 മന്ത്രങ്ങളുടെ ഒടുവിൽ പറഞ്ഞു സംഗച്ഛധ്വം സമ്പദധ്വം എന്ന്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. ഒന്നിച്ച് സമുദായത്തിന്റെ പേരില്, രാഷ്ട്രീയത്തിന്റെ പേരില് ദയവ് ചെയ്ത് ഭിന്നിക്കാതിരിക്കുക. നിങ്ങൾ നായരാണോ,
നിങ്ങൾ ഈഴവരാണോ, നിങ്ങൾ തീയരാണോ, നിങ്ങൾ നമ്പൂതിരിയാണോ, നിങ്ങൾ ചെറുമരാണോ, പുലയരാണോ, അയ്യരാണോ, അയ്യങ്കരാണോ, വാരരാണോ, മാരാരാണോ, എന്തോ ആയിക്കോളൂ, ഇഷ്ടമുള്ളതായിക്കോളൂ. പക്ഷെ ഹിന്ദു എന്ന തായ്വേര് മറക്കാതിരിക്കുക. ഹിന്ദു ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളൂ എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ കോൺഗ്രസ് ആണോ, BJP ആണോ, മാർക്സിസ്റ്റ് ആണോ, എന്താണോ ആയിക്കോളൂ, പക്ഷേ ഞാൻ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുക. ഹിന്ദുവിന്റെ പ്രശ്നത്തിൽ ഒത്തൊരുമിക്കുക, ഹിന്ദുവിനു വേണ്ടി ശബ്ദിക്കുക. ചുറ്റുപാട് നോക്കൂ, അങ്ങനെയല്ലേ മതങ്ങൾ ഉയരുന്നതെന്ന്. നമ്മള് ഏത് സമുദായ ഭേദം പറഞ്ഞാലും ജാതി ഭേദം പറഞ്ഞാലും ഒരേ ക്ഷേത്രത്തിൽ പോയി ഒന്നിച്ചുപാസിക്കും. ഒരേ ഭഗവാന്റെ മുമ്പിൽ, ഭഗവതിയുടെ മുമ്പിൽ തൊഴുതു നിൽക്കും. നമ്മൾ ആരും പരസ്പരം ജാതി ചോദിക്കാറില്ല, ചിന്തിക്കാറില്ല. ഉണ്ടെന്ന് പലരും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ മറ്റു മതങ്ങളിൽ അതല്ല. കത്തോലിക്കന്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവില്ല, ഓർത്തഡോക്സിൻ്റെ മാർത്തോമ പോവില്ല, ബാബാ കക്ഷിയിൽ മെത്രാൻ കക്ഷി പോവില്ല, മെത്രാൻ കക്ഷിയിൽ ബാബാ കക്ഷി പോവില്ല, ഇവരാരും ജ്ഞാനായിൽ പോവില്ല, ഇവരാരും പെന്തക്കോസ്തിന് അടുപ്പിക്കില്ല, ഇവരാരും യഹോവ സാക്ഷിനെ അടുപ്പിക്കില്ല. അത്ര ഭിന്നതയാ. ഷിയയുടെ പള്ളിയിലെങ്ങാണ്ട് സുന്നി പോയാൽ വിവരറിയും, സുന്നിയുടെ പള്ളിയിൽ ഷിയ പോയാലും വിവരറിയും. കഴുത്തിന്റെ മുകളിൽ സാധനം ഉണ്ടാവില്ല. ഇവരാരും സുന്നത്തുൽ ഖുർആൻ സൊസൈറ്റി അംഗീകരിക്കില്ല, ഇവരാരും ജമാഅത്തിൽ പോയില്ല. ഒക്കെ ഭിന്നങ്ങളാണ്. പക്ഷേ അവരുടെ മതത്തിന്റെ വിഷയം വരുമ്പോൾ അവിടെ കോൺഗ്രസ് മുസ്ലിമോ, കോൺഗ്രസ് ക്രിസ്ത്യാനിയോ, BJP മുസ്ലിമോ, BJP ക്രിസ്ത്യാനിയോ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് മുസ്ലിമോ, മാർക്സിസ്റ്റ് ക്രിസ്ത്യാനിയോ ഇല്ല, ഒന്നായിരിക്കും. അല്ലേന്ന് ചുറ്റുപാട് നോക്കൂ. ചിദാനന്ദപുരി സ്വാമി പറയുന്നത് വിശ്വസിക്കേണ്ട, ചുറ്റുപാട് നോക്കുക, കണ്ണു തുറന്നു നോക്കുക. ആ ഒരു ഏകത, ഞാൻ ഹിന്ദുവാണെന്നുള്ള വിഷയത്തിൽ, ഈ ഭാരതത്തിന്റെ തനത് സംസ്കൃതിയുടെ പിന്മുറക്കാരാണെന്ന വിഷയത്തിൽ അഭിമാനിക്കുക. മറ്റാരെയും കുറ്റം പറയരുത്, ആരെയും ദ്രോഹിക്കരുത്, ആരെയും നിന്ദിക്കാൻ പോണ്ട, ഒട്ട് നിന്ദിക്കപ്പെടുകയും ചെയ്യരുത്. അങ്ങനെ സംഘടിതമാവുക. ഇവിടെ തന്നെ ഇത്രയും വലിയൊരു ജനാവലി ഒത്തുചേർന്നിരിക്കുകയാണ്. ഇതുപോലെയാണ് എല്ലാ ജില്ലകളിലും. ഈ സന്യാസിമാരെ കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും ആയിരങ്ങളാണ് ഓരോ സ്ഥലത്തും ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ പല ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടിൽ കഴിയുന്നവരുണ്ടാവും, പല ക്ഷേത്ര കമ്മിറ്റികളിലുണ്ടാവും, പലരും ഉണ്ടാവും. നിങ്ങളോട് പറയാനുള്ളത്, സാമാന്യ ഹൈന്ദവ സമൂഹത്തിന്റെ സാംസ്കാരികമായ കേന്ദ്രസ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. അവയെ പരിപാലിക്കുക. ഒന്ന്, മിക്കവാറും ക്ഷേത്രങ്ങൾ കമ്മിറ്റികളാണ്. മിക്കവാറും, എല്ലാമല്ല, മിക്കവാറും ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്മിറ്റികളാണ് നടത്തുന്നത്. കുറെ എണ്ണം ട്രസ്റ്റുകളാണ്. കുറച്ചെണ്ണം സർക്കാരിന്റെ പിടിയില. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി ഇപ്പൊ പറയണില്ല. അതിനെപ്പറ്റി ഒന്നേ പറയാനുള്ളൂ, പണ്ടായിരത്ത് പൈസ ഇടാതിരിക്കുക, വേറെ ഒന്നുമില്ല. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ, ഗുരുവായൂരപ്പ, നീ സ്വയം രക്ഷപ്പെടണേ, നീ രക്ഷപ്പെട്ട ഞാൻ ഭണ്ഡാരത്തിൽ വല്ല പൈസ ഇടാം, അതുവരെ ഞാൻ നാട്ടിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലിടും, ഇവിടെ ഇടില്ല എന്ന് പറയുക. ശബരിമല പോയി കഴിഞ്ഞാൽ കദളിപ്പഴവും സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, വെറ്റിലടക്ക സ്വാമിക്ക്, കാണിപ്പൊന്ന് വേണ്ട, അത് വേണ്ട. അത് നമുക്ക് മറ്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ, മറ്റ് ശാസ്താക്ഷേത്രത്തിൽ ഇടാം, കമ്മിറ്റിക്കാർ നടത്തുന്ന. സമൂഹത്തിന് ഗുണമുണ്ടാവും. ഇപ്പൊ ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രത്തിൽ പൈസ ഇടാതിരുന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. എന്നാൽ അത് കുറച്ചേ ഉള്ളൂ. കേരളത്തിലെ 5 ദേവസ്വങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7000-ന് താഴെ ക്ഷേത്രങ്ങളേ ഉള്ളൂ. എന്നാൽ അല്ലാത്ത ക്ഷേത്രങ്ങൾ 10,000 കണക്കിനുണ്ട്, ലക്ഷോപരിയുണ്ട്. അപ്പൊ അവിടങ്ങളിൽ
സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നടക്കുന്ന സ്ഥലങ്ങളിൽ 1 വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കൽ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പുറത്തെ പീഡിയക്കോലായിലോ ഇപ്പുറത്തെ ബാർബർ ഷോപ്പിലോ ഇരുന്ന് കുശു പറയാതെ കമ്മിറ്റിയിൽ പോവുക, മെമ്പർഷിപ്പ് എടുക്കുക, മെമ്പർഷിപ്പ് യഥാസമയം പുതുക്കുക, എക്സിക്യൂട്ടീവിലേക്ക് വരിക. സ്വാമി എന്നെ ആരും പ്രപ്പോസ് ചെയ്യില്ല, ഞാൻ എന്നെ ശുപാർശ ചെയ്യുന്നു എന്ന് പറയാലോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഒരാൾക്ക് സ്വയം പ്രപ്പോസ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് ചട്ടം കെട്ടണം, ഒന്ന് പിന്താങ്ങാൻ, ഇത്രയേ ഉള്ളൂ, വേറൊന്നും വേണ്ട. അങ്ങനെ എക്സിക്യൂട്ടീവിലേക്ക് വരിക, ഭരണത്തിലേക്ക് വരിക. അതിന് വേണ്ട സമയത്ത് പരിശ്രമിക്കാതെ നിരീശ്വരവാദികൾ ക്ഷേത്രം കൈയടക്കിയിരിക്കുന്നു എന്ന് കുറ്റം പറയുന്നവനോട് സഹയോഗം ചെയ്യാൻ ഞാനില്ല. പലരും പറയുന്ന കേൾക്കാം, നിരീശ്വരവാദികൾ ക്ഷേത്രം കൈയടക്കിയിരിക്കുന്നു. സ്വാമി എങ്ങനെ സാധിച്ചു? അപ്പം മാന്യമായി പോയി കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പിൽ പോയി എക്സിക്യൂട്ടീവിലേക്ക് വന്നിട്ടാണ്, അല്ലാതെ വേറെ വഴിക്കല്ല. അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്, ഓരോ പഞ്ചായത്തിലുമുള്ള ക്ഷേത്രങ്ങൾക്ക് തമ്മിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുക. ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയുടെ ഒരു ഫലം അതായി തീർന്നാൽ കേരളത്തിൽ അചിന്ത്യമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു കോർഡിനേഷൻ കമ്മിറ്റി, വേറെ ഒന്നും വേണ്ട. ഓരോ പഞ്ചായത്തിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റി കൂടിയിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുക, എന്തൊക്കെ ആവശ്യമാണ്, എന്തൊക്കെ ആവശ്യമല്ല എന്ന് തീരുമാനിക്കുക. ക്ഷേത്രത്തിൽ മെഗാ ഗാനമേളയും മിമിക്സ് പരേഡും കാബറേ ഡാൻസും, കാബറേ അല്ല എന്തായാലും പറയാ, ബ്രേക്ക് ഡാൻസും വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുക. ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുക, അനാവശ്യമായ ധൂർത്തുകൾ നടത്തില്ല തീരുമാനിക്കുക. ഓരോ ചടങ്ങിനും സന്യാസിമാരെയോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളെ ശുദ്ധമായി പഠിപ്പിക്കുന്നവരെയോ ക്ഷണിക്കും, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും എന്ന് തീരുമാനിക്കുക. അവർക്ക് ദക്ഷിണ കൊടുക്കണം നിർബന്ധമായിട്ട്. ആ ദക്ഷിണ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വാഹനത്തിൽ കയറാൻ നോക്കുമ്പോൾ കൈക്കൂലി കൊടുക്കണ പോലെ കൈ കൊടുക്കരുത്. മറിച്ച് വേദിയിൽ വെച്ച് ബഹുമാനത്തോടു കൂടി, ഞാൻ ചിലരോട് പറയാറുണ്ട്, ഒരു കാലി കവർ തന്നാലും മതി, പക്ഷെ ഒരു തളികയിലൊക്കെ വെച്ച് 2 പൂവൊക്കെ വെച്ച് ഒരു ബഹുമാനിച്ച് തരുമെന്ന്. കാലി കവർ മതി. അത് ഒരു സമാജത്തിന് നൽകുന്ന സന്ദേശമാണ്. ഞങ്ങളുടെ ആചാര്യന്മാരെ ബഹുമാനിക്കുന്നു എന്നുള്ള സന്ദേശം. അങ്ങനെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് തീരുമാനിച്ച് നടപ്പിലാക്കുക. സർവോപരി ആ ക്ഷേത്രത്തിലേക്ക് വേണ്ട തുളസി, തെച്ചി, കൂവളം, മറ്റ് പൂജാപുഷ്പങ്ങൾ ഉണ്ടാക്കുക. ചന്ദനത്തിരി, കർപ്പൂരം, നല്ല ശുദ്ധമായ എണ്ണ, നെയ്യ് തുടങ്ങിയവ ഈ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒരു ക്ഷേത്രത്തിന് പറ്റില്ല, ഒരിക്കലും മുതലാവില്ല. എന്നാൽ ഒരു പഞ്ചായത്തിൽ ഇന്ന് 100 കണക്കിന് ക്ഷേത്രങ്ങളും കാവുകളും ഉണ്ട്. ഒത്തൊരുമിച്ചാൽ നല്ല ഒരു ബിസിനസ്സാവും, ഒരുപാട് പേർക്ക് തൊഴിലാവും, ശുദ്ധമായ വസ്തു ഉപയോഗിക്കലാവും. ഇതെല്ലാ ക്ഷേത്രക്കാരും ചിന്തിക്കുക. കാരണം ഇന്ന് നമ്മൾ ഈ പൂജകന്മാർക്കൊക്കെ പ്രത്യേകിച്ച് വാതിൽ അടച്ചിട്ടാണല്ലോ പൂജിക്കുക. ശ്വാസകോശം എന്നൊരു സാധനം ഉള്ളത് തന്നെ അത്ഭുത. കാരണം അങ്ങനത്തെ കെമിക്കൽസാണ് കത്തിക്കുന്നത്. ഒരാൾ പറഞ്ഞു, സ്വാമിയുടെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ടാന്ന് തോന്നുന്നു, ഇപ്പം എനിക്ക് ജപിക്കാനിരുന്ന നല്ല ഏകാഗ്രതയാണ്, നല്ലൊരു സമാധി പോലത്തെ ഒരു അനുഭവം വരും. ഞാൻ ചോദിക്കും, നിങ്ങൾ ഇത്തിരി കത്തിച്ച് വെക്കാറുണ്ട്? അഗർബത്തി എന്ന് പറഞ്ഞ സാധനം? ആ ഉണ്ട് സ്വാമി. അതാ, വേറെ ഒന്നുമല്ല, മയങ്ങിപ്പോണതാ. അത്ര ശക്തമായ കെമിക്കൽസ് അത്. അതിന് പകരം നമുക്ക് നല്ല എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച്, നല്ല ചാണകം ഉപയോഗിച്ച് 1-ാം തരം തിരി ഉണ്ടാക്കാം. നല്ല ശുദ്ധമായ കർപ്പൂരം, ഹൈഡ്രോ കാർബൺസ് അല്ലാതെ കൊണ്ടുവന്ന് ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഉണ്ടാക്കാം. ആ 100 കണക്കിനായിട്ടുള്ള ക്ഷേത്രങ്ങളിലും കാവുകളിലും അത് ഉപയോഗിക്കാം. നല്ല എണ്ണ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം,
ഇപ്പോ അശുദ്ധ വസ്തുക്കളെ കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ മലീമസമായിരിക്കുകയാണ്. വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കത്തിക്കുന്നുണ്ട് ഭഗവാനെ, എന്താണെന്നറിയില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടാത്ത വസ്തുവാണ്. കാരണം കടലയാട്ടിയാൽ കടലെണ്ണ കിട്ടും, എള്ളാട്ടിയാൽ എള്ളെണ്ണ കിട്ടും, തേങ്ങയാട്ടിയാൽ തേങ്ങെണ്ണ കിട്ടും, സൂര്യകാന്തി ആട്ടിയാൽ സൂര്യകാന്തി കിട്ടും, വിളക്കാട്ടിയാൽ എന്തെണ്ണയാണ് കിട്ടുക? എനിക്കറിയില്ല. പിന്നെ മനസ്സിലായത് സാധനം എന്താന്ന്. അത് ഈ ഹോട്ടലുകളിൽ 2 ബക്കറ്റ് ഉണ്ടാവും ഇത്ര വേസ്റ്റ് കളക്ട് ചെയ്യാൻ. ഒന്ന് പന്നി ഫാമിലേക്ക്, മറ്റൊന്ന് ഈ മത്സ്യം, മാംസം ഇതൊക്കെ അങ്ങോട്ട് പൊരിച്ച്, പപ്പടം പൊരിച്ച് ഇനി അങ്ങോട്ട് വയ്യാന്നുള്ള അവസ്ഥ എത്തുന്നവരെ ഉപയോഗിച്ച എണ്ണ ഒഴിച്ചു വെക്കാനാ. അത് കളക്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്. എന്നിട്ടത് മൾട്ടി ഫിൽട്ടർ ചെയ്ത് നല്ല ഫ്ലേവറും അടിച്ചു കഴിഞ്ഞാൽ വിളക്കെണ്ണയായി. എന്തിനാ അതൊക്കെ ചെയ്യണത്? ദയവ് ചെയ്ത് അതുകൊണ്ട് ശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ സംഘടന കൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ പറ്റും. സംഘടിതമായാൽ, ഒന്നിച്ചു നിന്നാൽ നമുക്ക് കരുത്തുണ്ടാകും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നമ്മൾ നിലനിൽക്കില്ല. അതുകൊണ്ട് ഈ 4 സകാരങ്ങൾ ഉപാസിക്കാൻ തയ്യാറുണ്ടോ? സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ദിവസവും നാമജപം, അവനവൻ്റെ അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവ്വം ശുശ്രൂഷിക്കുക, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക, ദിവസവും അല്പമെങ്കിലും നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കുക, അടുത്ത തലമുറയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ കഥകൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, അഗ്നിഹോത്രം ചെയ്യുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ചെയ്യാം, നപുംസകങ്ങൾക്കും ഒക്കെ ചെയ്യാം അഗ്നിഹോത്രം. മന്ത്രം ജപിക്കുക, നാമം ജപിക്കുക, ഏതവസ്ഥയിലും ജപിക്കാം. മന്ത്രജപവും നാമജപവും ഏതവസ്ഥയിലും ജപിക്കാം. അവിടെ അശുദ്ധാശുദ്ധം ഒന്നും നോക്കണ്ട. നമ്മുടെ സമാജത്തിൽ സാധിക്കുന്ന സേവാപ്രവർത്തനങ്ങൾ ചെയ്യുക. നമ്മുടെ വീടിന് ചുറ്റുമുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും സ്നേഹിക്കുക. ഈ സമൂഹത്തിൽ നമുക്കാവുന്ന സേവാപ്രവർത്തനം ചെയ്ത് ഒരു സമൂഹ പ്രതിബദ്ധതയുള്ള പൗരന്മാരാവുക. ഇത്രയും ചെയ്താൽ പഞ്ചമഹായജ്ഞങ്ങളായി. ഇത്രയും